എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ആക്ച്വലി ഇതൊരു ന്യൂ ഇയർ വീഡിയോ അല്ല കേട്ടോ. ന്യൂ ഇയർ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. ഈ ഡയറി കണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ? ഇതെനിക്കൊരു സ്റ്റാഫ് ഗിഫ്റ്റ് തന്നതായിരുന്നു. ആക്ച്വലി ഡയറി മാത്രമല്ല, പിന്നെ ഒരു കമ്മലും, പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന ഒരു മുത്ത് വെച്ചിട്ടുള്ള ഒരു സാധനം. ഇവിടെ അർമേനിയൻസ് ഒരുവിധം എല്ലാവരുടെ ഹാൻഡ്സിലും ഇങ്ങനത്തെ മുത്ത് വെച്ചിട്ടുള്ള വളകൾ പോലെയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് മാതിരിയോ ഒക്കെ ഇടാറുണ്ട്. പിന്നെ ഇവർക്ക് കമ്മൽ അധികം ക്രേസ് ഇല്ല കേട്ടോ. കൂടുതൽ ആൾക്കാരും കമ്മൽ ഇടാതെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. ആക്ച്വലി ആളിവിടെ യെറവാൻ സിറ്റിയിൽ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒറ്റയ്ക്ക് താമസിക്കുക. പക്ഷേ ആളുടെ വീട് അവിടെ നിന്ന് 1 hour ഡിസ്റ്റൻസ് ഉള്ള ഒരു വില്ലേജ് ഏരിയ ആണ്. ആദ്യം ഞാൻ ആളുടെ വീട്ടിലാട്ടോ പോയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ഒരു ചർച്ചും പിന്നെ കുറേ മഞ്ഞുമലകളും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ നീണ്ട 1 year യാത്ര വളരെ മനോഹരമായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം കാഴ്ചകൾ ഞാൻ കണ്ടു. മഞ്ഞു മൂടിയ മലകളും വീടുകളും റോഡും ഒക്കെ. ഈ വില്ലേജുകൾ അർമേനിയയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുറേ അധികം വില്ലേജുകളുണ്ട്. ഓരോ വില്ലേജിലും 35 മുതൽ 55ഓളം വീടുകളാണ് ഉള്ളത്. ഏകദേശം 500 മുതൽ 1500ഓളം ആൾക്കാരാണ് ഒരു വില്ലേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓരോ വില്ലേജിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്കൂളും ഒരു ചർച്ചും ഉണ്ടാവും. അപ്പോൾ ആ വില്ലേജിലുള്ള എല്ലാവർക്കും പരസ്പരം അറിയാം കേട്ടോ. അതാണ് അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 1500 പേരും വളരെ കൃത്യമായിട്ട് അറിയുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യും. സോ അങ്ങനെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ച്, പിന്നെ വില്ലേജിൻ്റെ കുറേ അധികം കഥകളൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നായിരുന്നു. അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഞാനൊരു JCB കണ്ടിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഒരുപക്ഷെ നമ്മുടെ നാടിന് ഓർമ്മ വന്നതുകൊണ്ടാകാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഒരു വില്ലേജ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചില എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് വളരെ മനോഹരമായ ഒരു പ്ലേസ് ആട്ടോ. അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് എല്ലാവരും പരസ്പരം ഹഗ് ചെയ്തു. എൻ്റെ 2026 ന്യൂ ഇയർ സെലിബ്രേഷന് സ്വിച്ച് ഓൺ ചെയ്തു. ബൈ ബൈ.